അപ്പോൾ ഇതാണ് പശ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് റെയിൻ ഗാർഡ് കോമ്പൗണ്ട്. ടാറിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. കയ്യിലൊക്കെ പറ്റിയാൽ പോകാൻ വലിയ പ്രയാസമാണ്. ഡീസലോ മണ്ണെണ്ണയൊക്കെ പുരട്ടിയെങ്കിൽ മാത്രമേ പോകും. ചില കുറഞ്ഞ കമ്പനികളുടെ ആണെങ്കിൽ കട്ടിയായി പോകും. കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കത് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ടി വരും. നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിനകത്ത് ഹോളുകൾ കാണും. ആ ഹോളെല്ലാം അടഞ്ഞു വരത്തക്ക രീതിയിൽ നല്ലവണ്ണം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം അതിനകത്തൂടെ ഇറങ്ങത്തില്ല. സാധാരണ ഒരു പ്രാവശ്യത്തെ കൂട്ടിൽ തന്നെ പശ മതിയായി വരും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മേളിൽ പ്ലാസ്റ്റിക് പിടിപ്പിച്ചിട്ട് അതിന് മേളിൽ നാട പിടിപ്പിച്ചതിന് ശേഷം രണ്ടാം കോട്ട് മേൽപ്പശ എന്ന് പറയും. ആ മേൽപ്പശ എന്ന് പറഞ്ഞതിന് മുകളിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുകളിൽ നിന്ന് ഒരു കാരണവശാലും വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേൽപ്പശ കൊടുക്കുന്നത്. നല്ല രീതിയിൽ ചിരണ്ടി നല്ല രീതിയിൽ പശ ചേർക്കുന്നതാണെങ്കിൽ, പശ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രണ്ടാമത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡീസലോ മണ്ണെണ്ണയോ തൊട്ട് പുരട്ടി 2-3 ചിലപ്പോൾ 4 പ്രാവശ്യമൊക്കെ തൂത്തെടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇത് പോവും.